പോലീസ് കരുതൽ തടങ്കലിൽ രാവിലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രൂരമായി ആക്രമിച്ചു. പോലീസ് എന്തിനാണ് പോലീസ് എന്തിനു കൊള്ളാം? തല്ലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലുന്നത് സഹിച്ചോളൂ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. അതായത് തല്ലുക എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റക്ക് തരൂല്ലോ. തല്ലലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറവും ഇപ്പുറവും സഹിച്ചോളൂ എന്നുള്ളത് പറയുന്ന കാര്യം. അതായത് തല്ലി തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നവകേരള സദസ്സിൽ ഇന്ന് 5 ഇടത്ത് കരിങ്കൊടി, 5 ഇടത്തും കൂട്ടയടി. 3 ഇടത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും യുവമോർച്ച. നവകേരള സദസ്സ് അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കേരളത്തിൽ തല്ലുമാല. ആറ്റിങ്ങലിൽ വീട് കയറി തല്ലുമ്പോഴും കാട്ടാക്കടയിൽ കസ്റ്റഡിയിലെടുത്തവരെ കൈകാര്യം ചെയ്യുമ്പോഴും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുമ്പോഴും കേരള പോലീസ് അമ്പേ നിസ്സഹായർ. തല്ലി തോൽപ്പിക്കാമെന്ന് തലയുടെപ്പുള്ളവർ തെളിച്ചത്തോടെ വെല്ലുവിളിക്കുമ്പോൾ തലയിൽ കൈവച്ചു കേരളം. കൈക്കരുത്തിലോ കേരള രാഷ്ട്രീയം? തല്ലി തീർക്കുമോ നവകേരളം? പ്രതിപക്ഷത്തിന് പകയോ സർക്കാരിന് ഗുണ്ടാക്കൂട്ടം അകമ്പടിയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ. ഇടവേളയ്ക്ക് ശേഷം വിശദമായ ചർച്ചയിലേക്ക് സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക്. നവകേരള സദസ്സ് അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. കണ്ണൂരിൽ തുടങ്ങിയതാണ് സംഘർഷങ്ങളുടെ ഒരു തല്ലുമാല. ഇന്ന് 5 ഇടത്താണ് കൂട്ടത്തല്ലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമണം ഒക്കെയാണ് സാഹചര്യം. ഇത് സംസ്ഥാനത്ത് പോലീസിന് ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ശോചനീയവുമാണ്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുണ്ടായി. 10-20 പേർക്കെതിരെ കേസെടുത്തു എന്നാണ് ഞാൻ ഏറ്റവും അവസാനമായി അറിയുന്നത്. കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടും വാഹനവും ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചു. അതിന് പകരമായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വീട് കോൺഗ്രസുകാർ ആക്രമിച്ചു. ഇന്ന് 5 ഇടത്ത്, അതിൽ കാട്ടാക്കടയിൽ വാഹനം കടന്നു പോകുന്നു, കരിങ്കൊടി കാണിക്കുന്നു. പോലീസുകാർ ഈ കരിങ്കൊടി കാണിച്ചവരെ കസ്റ്റഡിയിലെടുത്ത് റോഡിന്റെ വശത്തേക്ക് ഒതുക്കി വെക്കുന്നു. പിന്നാലെ ഈ പറയുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട് വന്ന ഒരു സംഘം, അകമ്പടി സംഘം, പിന്നാലെ പോയി തല്ലുന്നു, തിരികെ തല്ലുന്നു, ആക്രമണം ഉണ്ടാകുന്നു. മറ്റ് 4 ഇടങ്ങളിൽ സമാനമോ ഏറിയും കുറഞ്ഞതുമായ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, സർക്കാരാണ് യാത്ര നടത്തുന്നത് അല്ലെ? സർക്കാരിനെതിരെ ജനം, രാഷ്ട്രീയ പാർട്ടി, ഏതെങ്കിലും ഒരു വിഭാഗം ആക്രമണം നടത്തിയാൽ അത് തടയുക എന്ന ഉത്തരവാദിത്വം ആരുടേതാണ്? ഇപ്പോ നവകേരള സദസ്സ് 36 ദിവസം പൂർത്തീകരിച്ച് നാളെ സമാപിക്കുകയാണ്. ഈ സമാപനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ സദസ്സിന് കിട്ടിയ ജനപിന്തുണയും അതുപോലെ ജനാംഗീകാരവും ചിലരെയെല്ലാം വിളറി പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഡേറ്റ് വെച്ചിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇപ്പൊ 20-ാം തീയതി, ഡിസംബർ മാസം 20-ാം തീയതി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിക്കാനും വ്യാപകമായ ആക്രമണം സംഘടിപ്പിക്കുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ മാസം 21-ാം തീയതി ആ ചുമതല കൊടുത്ത് KSU-വിനാണ്. KSU ഇന്നലെ അത് പരമാവധി ആക്രമണം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. 22-ാം തീയതി ഇന്ന് യൂത്ത് കോൺഗ്രസും അതുപോലെ KSU-യും സംയുക്തമായിട്ടുള്ള മാർച്ചാണ്. നാളെ നവകേരള സദസ്സ് സമാപിക്കുന്ന ദിവസം കോൺഗ്രസ് DGP ഓഫീസ് മാർച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അവസാനത്തെ 4 ദിവസം ചാർട്ടേഡ് ആയിട്ടുള്ള ആക്രമണം സംഘടിപ്പിക്കാൻ വലതുപക്ഷത്തിന്റെ ബഹുജന സംഘടനകൾ തീരുമാനിച്ചതാണ്. ആ തീരുമാനമാണ് നടപ്പാക്കുന്നത്. ചെരുപ്പ് എറിയും, അതുപോലെ കല്ലെറിയും, പൊട്ടിച്ച കുപ്പി എറിയും, വടികൾ എറിയും, അതുപോലെ തന്നെ പട്ടികയിൽ ശരിക്കും ആണിയടിച്ച് അത് വെച്ച് പോലീസുകാരെ ആക്രമിക്കും, തടിക്കഷ്ണങ്ങൾ വെച്ച് ആക്രമിക്കും, ഷീൽഡ് വാങ്ങി ചവിട്ടി പൊട്ടിക്കും. ഇന്നലെ നാം കണ്ടത് മുട്ടയ്ക്കുള്ളിൽ മുളകുപൊടി നിറച്ച് നിരവധി മുട്ട ഉള്ള കവറുകൾ പിടിച്ച് വലിയ സഞ്ചി നിറച്ച് മുട്ടയുമായി വന്ന് KSU-വിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പോലീസുകാർക്കെതിരെ എറിയുന്നു കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഗോലി, കുട്ടികൾ കളിക്കുന്ന ഗോലി, അതും ശരിക്കും നല്ല ബലമുള്ള ഗോലി കൊണ്ടുവന്ന് പോലീസുകാരെ വീഴിപ്പിക്കാൻ അവർക്കെതിരെ പ്രയോഗിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള സമരമാർഗങ്ങൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSU-യും കോൺഗ്രസും തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പ്രധാനമായും 3 കാരണത്താലാണ് ഇത്തരത്തിൽ പ്രത്യക്ഷമായി വലിയ ആക്രമണ പരമ്പരയിലേക്ക് അവർ പോകാൻ കാരണം. ഒന്ന്, ഇവിടെ ചാൻസലർ നടത്തിയ നിയമവിരുദ്ധമായ ഇടപെടലുകൾക്കെതിരെ ഉയർന്നു വന്ന സമരം. ആ സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് KPCC-യുടെ പ്രസിഡന്റ് K. സുധാകരൻ പരസ്യ പ്രസ്താവന നടത്തിയത് കോൺഗ്രസുകാരിൽ തന്നെ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം ഗവൺമെന്റ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിൽ പ്രധാനപ്പെട്ടത് കേന്ദ്രം നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള ഉപരോധവും 2 ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം കളിയുമാണ്.
ഇതിനെതിരെ കൃത്യമായി ഒരക്ഷരം പോലും ഉരിയാടാതെ ഈ മുദ്രാവാക്യത്തിനെതിരെ നിന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ 2 MP പാർലമെന്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. തൃശൂർ MP TN പ്രതാപനും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷും. ആ പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസിന് തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തോട് യോജിക്കേണ്ടി വന്നു. മൂന്നാമതായി വ്യാജ ഐഡന്റിറ്റി കാർഡ്, ലക്ഷക്കണക്കിന് കാർഡ് അടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിലെ ആഭ്യന്തര കലാപം പൊതു ചർച്ചയിൽ നിന്ന് മാറ്റണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ 3 സാഹചര്യം പൊതുജനശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിരന്തരമായി കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, KSU മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, അതുപോലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നാളെ ഇടപെട്ട് ചോദിക്കാൻ. എന്നിരുന്നാലും അരുൺ, ഞാൻ ചോദിച്ചത് എന്താണ്, എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ആക്രമണം നടത്തുന്നു എന്നുള്ളതല്ല അങ്ങയുടെ ഭാഷയിൽ. പക്ഷേ ഞാൻ ചോദിച്ചത് എന്താണ്, ജനങ്ങൾ മുഴുവനുമായോ ഏതെങ്കിലും ഒരു ഫ്രാക്ഷനായോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തന്നെ അങ്ങ് പറയുന്ന വാദഗതി അനുസരിച്ച് അക്രമം അഴിച്ചു വിട്ടു എന്നു തന്നെ ഇരിക്കട്ടെ, ഈ പട്ടികയിലുള്ള മാരകായുധങ്ങൾ വെച്ച് ആരു ചെറുക്കണം നിയമപരമായി എന്നതാണ് എന്റെ ചോദ്യം. അത് പോലീസ് ചെറുക്കാവുന്ന രൂപത്തിൽ പോലീസ് അവരുടെ കഴിവിന്റെ പരമാവധി അവർ ചെറുക്കും. നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി NCC, NSS അതുപോലെ സന്നദ്ധ പ്രവർത്തകരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വോളണ്ടിയേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കാൻ 100 കണക്കിന് വോളണ്ടിയേഴ്സ് ആണ് രാത്രികളെ പകലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വോളണ്ടിയേഴ്സും ഈ പരിപാടി നല്ല രൂപത്തിൽ സംഘടിപ്പിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന്റെ ഭാഗമായി ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ സമാധാനപരമായി ഈ പറയുന്ന ജില്ലാ കളക്ടർമാരൊക്കെ വോളണ്ടിയർമാരെ ഏറ്റെടുത്തിട്ടുള്ള അല്ലെ, അതായത് കൃത്യമായ സർക്കാരിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജില്ലാ കളക്ടറൊക്കെ വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പിന്നാലെ പോയി ഈ അടി കൂടുന്നത് എന്നാണ് അരുൺ പറഞ്ഞു വെക്കുന്നത്. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഇതിന്റെ സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ വന്ന് കലാപം വിജയിപ്പിക്കാൻ വേണ്ടി രാപകൽ അധ്വാനിക്കട്ടെ, നല്ല പണിയെടുക്കട്ടെ, തല്ലുകൂടുന്നതാരാണെന്നാണ് ചോദിച്ചത്. തല്ലുകൂടുന്നത് യൂത്ത് കോൺഗ്രസും KSUം ഒരു പരിധി വരെ യുവമോർച്ചയാണ് എന്നതിൽ എന്താണ് സംശയം? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും ആദ്യം അല്ല ഞാൻ പറഞ്ഞത് ഇതിന് ആ ഷൂ എറിഞ്ഞത് ഇപ്പൊ ഇന്ന് പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ആരൊക്കെ ചേർന്നിട്ടാണ് നല്ല മൂവാണ് അത് ഞാൻ ചോദിക്കാം അരുൺ, നിൽക്കൂ, അത് ഞാൻ ചോദിക്കാം. ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയെന്നാണോ ഞാൻ ചോദിച്ചത്, എന്നാണോ അങ്ങ് പറഞ്ഞത്? റിക്രൂട്ട് ചെയ്ത പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ അടക്കം ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത വോളണ്ടിയർമാരാണോ തല്ലിയത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയെ അശ്ലീല സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ രംഗത്തിറങ്ങിയത് KPCCയുടെ പ്രസിഡന്റാണ്. ഞാൻ പറയട്ടെ, തല്ലി തുടങ്ങിയത് KSUം യൂത്ത് കോൺഗ്രസുമാണ്. നമ്മൾ കണ്ടതല്ലേ. ഇതിൽ കൂടുതൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ എന്താ സംസാരിക്കാനുള്ളത്? ഇനി ആദ്യം തല്ലിയത് പ്രൊഡ്യൂസർ, എനിക്ക് ശബ്ദം ഒന്ന് മാറ്റി തരണേ പ്രൊഡ്യൂസർ. ഞാൻ ചോദിക്കുന്നത് KSUം യൂത്ത് കോൺഗ്രസും തല്ലി, അപ്പോൾ തിരിച്ചു തല്ലിയത് ആരാണ്? അങ്ങയുടെ വാദം എടുത്താണ് ആദ്യം തല്ലിയത്, അവരാണ് അംഗീകരിക്കുന്നത്. തിരിച്ചു തല്ലിയത് ആരാണ്? ഈ പരിപാടി വിജയിപ്പിക്കാനായി ഈ പരിപാടിക്കൊപ്പം നിൽക്കുന്ന വോളണ്ടിയേഴ്സ് അടക്കമുള്ളവർ തിരിച്ചു തല്ലിയിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്, അക്രമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി റിക്രൂട്ട് ചെയ്ത വോളണ്ടിയർമാരാണോ പാർട്ടിക്കാരാണോ? ഞാൻ പറഞ്ഞല്ലോ, ഔദ്യോഗികമായി ഓരോ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നവകേരള സദസ്സ് വേദിയിലും NSS ഉണ്ട്, അതുപോലെ തന്നെ NCC ഉണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, യുവജന പ്രതിനിധികളുണ്ട്, വനിതകളുണ്ട്, യുവജന സംഘടനകൾ വന്ന് സഹകരിക്കും എന്നുള്ളതല്ല. ഈ പരിപാടിക്ക് വേണ്ടി, സർക്കാരിന്റെ ഈ പരിപാടിക്ക് വേണ്ടി വോളണ്ടിയർമാരെ ഔദ്യോഗികമായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, അവരാണോ അതോ പാർട്ടിക്കാരാണോ? അതിൽ ഏതൊക്കെ രൂപത്തിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. അവിടെ കരിങ്കല്ലും ഷൂവും വടിയും കമ്പിയും ഗോലിയും മൊട്ടയുമായിട്ട് വരുന്നവരെ വേണ്ട വിധത്തിൽ അവിടെ നിന്ന് മാറ്റാൻ, അത് പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള, സമയോചിതമായിട്ടുള്ള ഇടപെടൽ അവിടുത്തെ വോളണ്ടിയേഴ്സ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വോളണ്ടിയർമാർക്ക് വിശദീകരണമില്ല. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയില്ല, കാരണം ഞാനൊരു 4 തവണ ചോദിച്ചു. 4 തവണയിൽ കൂടുതൽ ഒരാളോട് ഒരേ ചോദ്യം ചോദിക്കുന്ന കഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ഇനി അരുണിനോട് ചോദിക്കില്ല. ഓക്കെ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിടാൻ
നിങ്ങളുടെ പ്രതിപക്ഷം തയ്യാറാക്കുന്നു, ക്ഷമിക്കണം, അക്രമം ഒഴിച്ചുവിടാനല്ല കേട്ടോ, കലാപമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. എന്തിനാണ് സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ പരിപാടിക്കിടയിൽ കലാപമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? മധു, ഈ പരിപാടി തുടങ്ങിയത്, ഇവരുടെ നവകേരള സദസ്സ് ആരംഭിച്ചത് നവംബർ മാസം 18-ാം തീയതിയാണ്. നവംബർ മാസം 18-ാം തീയതി നവകേരള സദസ്സ് ആരംഭിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നവകേരള സദസ്സിന്റെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്കാർക്ക് തല്ല് കിട്ടിയത് ഒഴിച്ചാൽ എവിടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ സംഘർഷമുണ്ടാക്കി അവർ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്? ഇവിടെ നവകേരള സദസ്സിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്, ഞങ്ങൾ കുറ്റവിചാരണ സദസ്സുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചാണ്? കല്യാശ്ശേരിയിൽ വെച്ച് അകാരണമായി പോലീസ് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അവരെ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ അവർ അതിനെതിരായി കരിങ്കൊടി പ്രകടനം നടത്തി, അഥവാ കരിങ്കൊടി ഉയർത്തി കാണിച്ചു മുഖ്യമന്ത്രിക്ക് നേരെ. അവിടെ മുതൽ മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഈ മുഴുവൻ തെമ്മാടിത്തരത്തിനും മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ വെച്ച് ഈ കല്യാശ്ശേരിയിൽ വെച്ചുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയാണ് ഇതിനെ എൻഡോസ് ചെയ്തത്. മുഖ്യമന്ത്രിയാണ് ഇനിയും അത് ആവർത്തിക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് കല്യാശ്ശേരിയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായി അത് ഉണ്ടായി, അവിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്, തർക്കമില്ല. പക്ഷെ ആ സംഭവത്തിൽ ആ ചെറുപ്പക്കാരെ തല്ലിയത് ചെടിച്ചട്ടി എടുത്തും പൂച്ചട്ടി എടുത്തും അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചും തല്ലുന്നത് അത് ശരിയാണെന്നും അത് തുടരണമെന്നും പ്രഖ്യാപിച്ചതിലൂടെ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിന് നൽകിയ സന്ദേശം എന്ത്? അതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ കാരണം ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് KSUക്കാരെ സംബന്ധിച്ച് അവരെവിടെയൊക്കെ ഇത്തരത്തിൽ കരികൂടി കാണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അവരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന കാര്യം കാഴ്ചകൾ നമ്മൾ കണ്ടു. എന്ന് നന്നായി അറിയാം, നിങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തല്ലുകൊള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ അരുൺ ഒരു പട്ടിക പറയുകയാണ്, ഒരു പട്ടിക മാരകായുധങ്ങൾ പറയുകയാണ്, ഇതൊക്കെ എടുത്തുകൊണ്ടാണോ നിങ്ങൾ സമരത്തിന് പോയത്? മാധു, ഈ ഉത്തരം മുട്ടുമ്പോൾ പിന്നെ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നത് CPM-ന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. നോക്കൂ, ഇവിടെ യൂത്ത് കോൺഗ്രസിലൂടെ KSUയിലൂടെ അല്ലെങ്കിൽ യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെ കടന്നു വന്നിട്ടുള്ളവരെല്ലാവരും അവരെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പോലീസുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്, ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ പോലീസ് കരിങ്കൊടി കാണിച്ചതിന്റെ വളരെ കൃത്യമായി മറുപടി വേണ്ടത്, കരിങ്കൊടി പ്രതിഷേധം ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പട്ടികയിൽ ആണിതറച്ച് മുട്ടയ്ക്കകത്ത് മുളക് പൊടി വെച്ച് ഗോട്ടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? മാരകായുധങ്ങളുമായി സമരത്തിന് പോയാൽ അത് കുറ്റം തന്നെയാണ്. പട്ടികകോലില് ഈ ആണി തറച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അവര് ഞങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എവിടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്? പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഏറ്റവും അവസാനം ഞാനിപ്പോൾ വെഞ്ഞാറമൂടിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇന്നലെ കയറി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലീസിൽ കസ്റ്റഡിയിലെടുത്ത് വെച്ചിരുന്നവരെ അവിടെ കയറി മർദ്ദിക്കുന്നു. ആരാ മർദ്ദിച്ചത്? ഡിവൈഎഫ്ഐക്കാർ. ആരുടെ സാന്നിധ്യത്തില? പോലീസിന്റെ സാന്നിധ്യത്തിൽ. ഇതിന് എന്ത് മറുപടിയാണെന്ന് ഈ കേരളത്തിൽ പറയാനുള്ളത്? നോക്കൂ, മാധു മറന്നു പോകരുത്. നന്ദിഗ്രാമിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത് പോലീസും CPM-ഉം ചേർന്ന് നടത്തിയിട്ടുള്ള കലാപങ്ങൾ, വെടിവെപ്പ്, അത് പോലീസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും ചേർന്നാണ് നടത്തിയിട്ടുള്ളത്, CHUക്കാരും ചേർന്നാണ് നടത്തിയിട്ടുള്ളത് നന്ദിഗ്രാമിൽ. അതിന്റെ ഒരു തനിയാവർത്തനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ നാശത്തിനാണ്, നിങ്ങളുടെ അവസാനത്തിനാണ്, തർക്കമൊന്നും വേണ്ട. ശരി. ശ്രീ സന്ദീപ് വാര്യർ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകരുമായി ഡിവൈഎഫ്ഐക്കാർ ഏറ്റുമുട്ടി. ഇന്നിപ്പോൾ രണ്ടിടത്ത്, ഒരിടത്ത് BJPക്കാർ, ഒരിടത്ത് യുവമോർച്ച പ്രവർത്തകർ. രക്ഷാപ്രവർത്തനം നിങ്ങളെയും തേടി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? ചർച്ച അവസാനിപ്പിക്കുക, അതിന്റെ ഒരു ലാർജർ പിക്ചർ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ വാസ്തവത്തിൽ ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യാത്രയുടെ പേര് നവകേരള യാത്ര എന്നാണ്. കാസർഗോഡും തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കേരളത്തിന്റെ എന്ത് പുതിയ ചിത്രമാണ്, എന്ത് നവകേരളമാണ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള കേരളത്തിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സർക്കാരിന്റെ പണം ചെലവാക്കി നടത്തുന്ന ഈ ധൂർത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
സർക്കാരിന്റെ പണം മുടക്കി CPM-ന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി ഈ വേദികളെ മാറ്റിയല്ലേ ചെയ്തത്? നോക്കൂ, ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ട്. ഏതെങ്കിലും കേന്ദ്ര സർക്കാർ വേദിയിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയോ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയോ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾ വെച്ച് കോൺഗ്രസിനെ ആക്രമിക്കാറുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരായി പറയാറുണ്ട്, സോണിയാഗാന്ധിക്കെതിരായി പറയാറുണ്ട്, ഖാർഗെക്കെതിരായി പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരായി പറയാറുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ വേദി കെട്ടിയിട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയം പറയാറുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ വേദി കെട്ടി വികസന പദ്ധതികൾ ഉദ്ഘാടനം നടക്കും, വികസന പദ്ധതികളുടെ പ്രചാരണം നടക്കും. ഇപ്പോൾ വികാസ് ഭാരത് യാത്ര നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പറയുന്നില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടികൾ രാജ്യം മുഴുവൻ നടക്കുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ നടത്തുന്നുണ്ട്. UP യിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ തെലങ്കാനയിൽ ഇപ്പോൾ ഈ അടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ സർക്കാരിന്റെ പണം ചെലവാക്കി രാഷ്ട്രീയം പറയുന്നതല്ലോ നടക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? കോടിക്കണക്കിന് റുപ്യ സർക്കാർ ഖജനാവിൽ ചെലവാക്കി രാഷ്ട്രീയം പറയുന്ന പരിപാടി കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി നടക്കുന്നു. ഈ ഒരു മാസക്കാലത്തിലധികമായി കേരളത്തിന്റെ ഭരണം പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. ഭരണം നടക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാകുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം എന്താ, ഇവിടെ ഭരണം ഉണ്ടായിട്ടും വലിയ കാര്യം. കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട്. ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചിത്രത്തിന് പുറത്തുപോയി, അതുകൊണ്ട് നിങ്ങളും കരിങ്കൊടിയുമായി വന്നേക്കാം, കുറച്ച് ഈ പറയുന്ന സമരമൊക്കെ ആയേക്കാം എന്നുള്ളൊരു നിലപാടായിരുന്നോ? അങ്ങനെയല്ല മാധു, ഞാൻ പറഞ്ഞല്ലോ, ലാർജർ പിക്ചർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ചെറുതായ രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരും. നമുക്ക് അതിലേക്ക് വരാം. നോക്കി, ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ? ഈ നടന്നിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ അരുണാണ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഭരണം ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള സത്യമുള്ള കാര്യം. കാരണം ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ഈ CPM-ന്റെ പ്രതിനിധി അരുണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 7-7.5 വർഷക്കാലത്തിനുള്ളിൽ പിണറായി സർക്കാരിന്റെ കീഴിൽ നടന്നിട്ടുള്ള ഒരു 500 കോടി രൂപയുടെ മേലെ ഇൻവെസ്റ്റ്മെന്റുള്ള ഏതെങ്കിലും ഒരു മെഗാ പ്രൊജക്ടിന്റെ കാര്യം നിങ്ങളുടെ സർക്കാരിന്റെ തനത് വിഭവം ഉപയോഗിച്ചുകൊണ്ട്, തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഈ ദേശീയപാത വികസനമല്ലാതെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം കേരളം നടക്കുന്ന. കേരളം നിശ്ചലമായിരിക്കുകയാണ്. സർവ്വ മേഖലയിലും തകർന്നടിയിരിക്കുന്നു. ഈ നവകേരള യാത്ര നടക്കുന്ന അതേ സമയത്താണ് വാസ്തവത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ക്രമസമാധാന തകർച്ച. 2, സാമ്പത്തിക തകർച്ച. 3-ാമത്തത് മാധ്യമ വേട്ട. 4-ാമത്തത് മറിയക്കുട്ടി വേട്ട. ഈ 4 കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്ന്, സാമ്പത്തിക തകർച്ചയാണ്. ആരത് അഡ്മിറ്റ് ചെയ്തത്? കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. കേരളത്തിന്റെ കയ്യിൽ നയാ പൈസ ഇല്ല എടുക്കാൻ എന്ന് അഡ്മിറ്റ് ചെയ്തപ്പോ കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാർ ചോദിക്കുകയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്നുള്ളത്. 2-ാമത്തെ കാര്യം എന്താണ്? ക്രമസമാധാന തകർച്ച. നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CPM-ന്റെ പ്രതിനിധി തന്നെ പറയുന്നത് പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വളണ്ടിയർമാരെ വെച്ച് തിരിച്ചടിക്കുകയാണെന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ കൂടുതൽ എന്ത് ദുരന്തമാണ് കേരളത്തിന് സംഭവിക്കാനുള്ളത്? അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു കഴിവ് കെട്ടവനാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്ന് കേരളത്തിന്റെ CPM-ന്റെ പ്രതിനിധിയെ ചർച്ചയിൽ വന്നിരുന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല, പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. പോലീസ് എന്ത് പണിയാണ് ചെയ്യുന്നത്? പോലീസ് ചെയ്യുന്നത് ഗുണ്ടാപ്പണി ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി ഗവൺമെന്റ് തന്നെ ചാടി ഇറങ്ങി പോലീസിന്റെ പണി ചെയ്യുന്നു. അല്ല, അരുൺ ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ. കേരളത്തിലെ പോലീസ് പണി അല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്, ആഭ്യന്തരമന്ത്രിയുടെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആണ് അരുണോട് പറഞ്ഞത്. നിങ്ങൾ തിരിച്ചടിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞല്ലോ. നിങ്ങൾ നോക്ക്, ആരൊക്കെയാ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞത്? നവകേരള സദസ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആളുകൾ തിരിച്ചടിച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞത്. ആരുടെ തലയ്ക്കാണ് നിങ്ങൾ വെച്ചു കൊടുത്തത്? കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളുടെ, NSS-ന്റെയും NCC-യുടെയും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെ തലയ്ക്കാണോ നിങ്ങൾ ഈ ഗുണ്ടാപ്പണിയുടെ നേതൃത്വം വെച്ചു കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ NSS-ന്റെ കേഡറ്റ്, NCC-യുടെ കേഡറ്റ് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തു എന്ന് അരുണ് പറയാൻ സാധിക്കുമോ? അവരെല്ലാം നിങ്ങൾ സുരക്ഷാ ചുമതല ഏൽപ്പിച്ച് അവരാരും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ചെയ്താരാ? DYFI-യുടെ ഗുണ്ടകളാ ചെയ്തത്. ആരൊപ്പം ചെയ്തത്? സർക്കാരിന്റെ പിന്തുണയോടുകൂടി. ആ അക്രമ സംഭവങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ അക്രമ സംഭവങ്ങളെ ഒരു നാണവും ഇല്ലാതിരുന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അടിക്കുന്നതിന് എന്താ പറഞ്ഞത്? ജീവൻ രക്ഷാപ്രവർത്തനം എന്ന്. അപ്പൊ അടിച്ചോ എന്ന് മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം കൊടുത്തിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് സ്വന്തം അണികൾക്ക് നിങ്ങൾ തല്ലിക്കോ എന്ന് മുഖ്യമന്ത്രി ആഹ്വാനം കൊടുക്കുമ്പോ തല്ലുകൊണ്ടോ എന്ന് ഞങ്ങളുടെ പ്രവർത്തകരോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ കോൺഗ്രസ് അല്ല, ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചു മടിക്കും. അതാണ് കൊല്ലത്ത് കണ്ടത്.
ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചു ഓടിക്കും. സമരം ചെയ്യാൻ പോയ പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഹെൽമെറ്റ് ഇട്ടാ വന്ന്. ആ ഹെൽമെറ്റ് നിങ്ങളൊന്ന് പരിശോധിക്ക്. സാധാരണ രീതിയിലുള്ള ഹെൽമെറ്റ് അല്ല. കൊട്ടേഷൻ സംഘങ്ങൾ കൊട്ടേഷൻ പരിപാടിക്ക് പോകുമ്പോൾ ധരിക്കുന്നത് പോലെ മുന്നിലെ ഗ്ലാസ് ഊരി വെച്ചുകൊണ്ട് മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആണ് ഗുണ്ടാ സംഘങ്ങൾ വന്നത്. ആ ഗുണ്ടാ സംഘങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കൊല്ലത്ത് ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിക്കാൻ വന്നവരാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആക്രമിക്കാൻ വന്നവരെ നല്ലവണ്ണം അടിച്ചുള്ളത് ശരിയാണ്, തിരിച്ചടിച്ചെന്നുള്ളത് ശരിയാ, ഒരു സംശയം കാര്യത്തിൽ വേണ്ട. ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കും. വേറെ നിവൃത്തിയില്ല, സംരക്ഷിക്കാൻ പോലീസ് ഇല്ലല്ലോ. കേരളത്തിലെ പോലീസ് സംരക്ഷിക്കാൻ പ്രതിരോധ അപരാധമാണോ? ശരി ശരി. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണത്. വോളണ്ടിയർമാരാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഈ തല്ലിന് അണിനിരന്നത് എന്ന്. അങ്ങനെയാണ് എങ്കിൽ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വോളണ്ടിയർമാരെ പിരിച്ചുവിടണമല്ലോ അല്ലേ? വോളണ്ടിയർമാരാണ് എങ്കിൽ ജില്ലാ കളക്ടറൊക്കെ നേരിട്ടുള്ള ശാസനയ്ക്ക് കീഴിലാണ് എങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നിർദ്ദേശം കൊടുക്കാമല്ലോ ഈ പരിപാടി കാണിക്കരുതെന്ന്. ഇന്നു കാട്ടാക്കടയിൽ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് റോഡരികിൽ വെച്ച ആളുകളെ പിന്നാലെ ബൈക്കിൽ വന്ന സംഘം അങ്ങോട്ട് കയറി അടിക്കുകയാണ്. ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അത്ര അനുസരണ ഇല്ലാത്ത ഒരു സംഘം, അത്ര നിയമവ്യവസ്ഥയോട് കൂറില്ലാത്ത ഒരു സംഘമാണോ സർക്കാർ പരിപാടിക്ക് അകമ്പടി പോകേണ്ടത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നിടത്ത് ഒരിടത്തും പ്രത്യാക്രമണം ഒന്നും ഉണ്ടായില്ലല്ലോ, ആക്രമണം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ പല സ്ഥലത്തും കരിങ്കൊടി കാണിച്ചു, ഒരു തരത്തിലും പ്രതിഷേധം ഉണ്ടായില്ല. ഇപ്പൊ എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെതിരെ ഷൂ എറിഞ്ഞു, കല്ലെറിഞ്ഞു, ആ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാവില്ല. എല്ലാവരും ഗാന്ധിയൻ തിയറി അങ്ങനെ അരച്ചു കലക്കി കുടിക്കുന്നവരല്ലല്ലോ മാധു. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രതികരണം ഉണ്ടാവും. അതിനായി ഞാൻ പറയട്ടെ, അരുണേ, പറയുന്നത് എന്താണ്? സർക്കാർ പരിപാടിക്ക് അകമ്പടി കൊണ്ടുവന്ന ഗുണ്ടാ സംഘത്തെയാണെന്നാണോ പറഞ്ഞു വെക്കുന്നത്? അല്ലല്ല, ഞാൻ പറയട്ടെ, 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, അതുപോലെ തന്നെ ആയിരങ്ങൾ, ഞാൻ പറയട്ടെ, ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന പരിപാടിയെ അശ്ലീല സദസ് എന്ന് പറഞ്ഞ്, അല്ലല്ല, ഞാൻ പറയട്ടെ, അശ്ലീല സദസ് എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഞാൻ പറയട്ടെ മിസ്റ്റർ, അല്ല ഞാൻ പറയട്ടെ മിസ്റ്റർ, അല്ല നിങ്ങൾ ഗുണ്ടാ സംഘത്തിന് ഞാൻ പറയട്ടെ മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞത് പോലീസിനെ കൊണ്ട് മുഖ്യമന്ത്രി കഴിവെട്ടവനാണ്, അല്ല മിസ്റ്റർ സന്ദീപ് വാര്യർ, അല്ല ഞാൻ പറയുന്ന ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ധൈര്യമായിട്ടിരുന്നോ, ഞാൻ പറഞ്ഞോളാം. പ്രതിപക്ഷ നേതാവ് മിനിങ്ങാന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞെന്താ? തിരിച്ചടിക്കണം. വീണ്ടും പറഞ്ഞു തിരിച്ചടിക്കണം. എന്നിട്ട് പറഞ്ഞു ഒരു സംശയം വേണ്ട, എണ്ണി എണ്ണി തിരിച്ചടിക്കണം. പിന്നെ പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകണം. ആരാ ഈ കുഞ്ഞുങ്ങൾ എന്നൊക്കെ നമുക്കറിയാലോ. കുറച്ച് നാളായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതിന് മുൻപും പിന്നീടും ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. പച്ചയായി വന്ന് കലാപം നടത്തുകയാണ്. മുട്ടയ്ക്കുള്ളിൽ മുളക് പൊടി നിറച്ച് നിരവധി മുട്ടകളുമായി KSUവിന്റെ നേതാക്കന്മാർ ക്യാമ്പസിൽ നിന്ന് വരിക. എവിടെന്നാ അവർ വരുന്നത്? പോലീസിനെതിരെ എറിയുകയാണ്. പട്ടികയിൽ കൃത്യമായിട്ട് ആണിയടിച്ച് പോലീസിനെ ആക്രമിക്കുക, ഷീൽഡ് മേടിച്ച് ചവിട്ടിയടിച്ച് ഒടിച്ചു കളയുക. എന്നിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നം. ആക്രമണം പ്രശ്നമല്ല, പ്രത്യാക്രമണമാണ് പ്രശ്നം. ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ വരുമ്പോൾ പട്ടികയിൽ ആണിയടിച്ചാൽ കേരള പോലീസിന് ചെറുക്കാൻ കഴിയില്ല. അങ്ങ് നേരത്തെയും പറഞ്ഞു പോലീസിന് പറ്റുന്നത് പോലെ അവർ ചെറുക്കും, ബാക്കിയുള്ള ആക്രമണം ഉണ്ടാകുമെന്ന്. ഞാൻ ചോദിക്കുന്ന കേരള പോലീസ് അത്ര കഴിവ് കെട്ടവരാണോ എന്ന സന്ദീപ് വാര്യരുടെ ചോദ്യത്തെ അങ്ങ് സാധൂകരിക്കുകയാണോ? DYFI-കാർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി അടിച്ചപ്പോ ഈ പോലീസ് എന്തിനാണ് അവിടെ ഉണ്ടായിരുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനെ, നിയമവ്യവസ്ഥ അവിടെ തൊപ്പി വെച്ച് നിൽക്കുന്ന മനുഷ്യരെ ഇത്രയ്ക്ക് വിലയില്ലാതെ പോയോ കേരളത്തിൽ? പക്ഷേ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നിയമവ്യവസ്ഥയുള്ള അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനമുള്ള സംസ്ഥാനത്തിനുള്ള അവാർഡ് തന്നത് സന്ദീപ് വാര്യരുടെ പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ അവർ തന്നെയാണ്. നമുക്കറിയാം, നിരവധി തവണ ആ അവാർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങ് തടസ്സപ്പെടുത്താൻ വേണ്ടി നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതെല്ലാം നമ്മൾ ലൈവായിട്ട് കാണുകയല്ലേ, ഒരു പ്രത്യേക ദിവസം ഉണ്ടായിട്ടുള്ള പരിപാടിയല്ലല്ലോ. കഴിഞ്ഞ 30-33 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രൊവോക്കേഷൻ? എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഇവരുടെ മുദ്രാവാക്യം? ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്താണ് മുദ്രാവാക്യം എന്ന്? ഇപ്പൊ സന്ദീപ് വാര്യരുടെ പാർട്ടി പരസ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ചാൻസലർ കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സമൂഹം ഒന്നായി ആവശ്യപ്പെടുമ്പോൾ, വിദ്യാർത്ഥികൾ അതിശക്തമായിട്ട് സമരം നടത്തുമ്പോൾ സാക്ഷാൽ KPCC പ്രസിഡന്റ് വന്നിട്ട് പറയുക അങ്ങനെയൊന്നും ഇല്ല, പൂർണ്ണമായിട്ടുള്ള ഞങ്ങളുടെ പിന്തുണ അങ്ങോട്ടാണെന്ന്. നമ്മുടെ രണ്ടുപേരുടെ ശബ്ദത്തിന് ഒരേ സൗണ്ട്, ഒരേ സ്വരമാണല്ലോ ആ സിനിമയില് ശ്രീനിവാസനും തിലകനും സൈക്കിൾ വെട്ടി പോകുമ്പോൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെ സൗണ്ട് ഒരേപോലെയായി. അപ്പൊ പിന്നെ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് തൊട്ട് മുൻപ് വരെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മറന്നു വെക്കാം എന്ന് തന്നെ വിചാരിച്ചോളൂ. എന്നാലും ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുക എന്ന് പറയുന്നത് അങ്ങനെ പൊന്തൂവൽ വെച്ചു കൊടുക്കേണ്ട ഒന്നാണോ?
അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ തലയുയർത്തി നിൽക്കാൻ കഴിയുമോ? ഇല്ല, പോലീസ് കാര്യക്ഷമമായി തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് പോലീസുകാർ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം അടിച്ചു വീഴ്ത്തുന്ന തരത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിന് പോയത് യൂത്ത് കോൺഗ്രസ് ആണ്, KSU ആണ്. ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പോസിറ്റീവ് ചർച്ചകൾ ഇല്ലാതാക്കണം. നവകേരള സദസ്സിന്റെ ശോഭ കെടുത്തണം. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കണം. ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് കോൺഗ്രസുകാർ ആക്രമിച്ചിട്ടുണ്ട് എന്നാണോ പറയുന്നത്? കോൺഗ്രസുകാർ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കാനോ മറ്റോ അവിടെ അക്രമ സമരം നടത്തിയോ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ കേസെടുത്തിട്ടുണ്ടോ? 20 പേർക്കെതിരെ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞു. കേസെടുത്തോ? അല്ല, ഞാനൊന്ന് നോക്കട്ടെ. 33 ദിവസമായി നടക്കുന്ന ഈ സംഭവം ഓരോ പോയിന്റ് വൈസ് ആയില്ലല്ലോ മാധു ചർച്ച ചെയ്തത്. കണ്ണൂർ ചർച്ച ചെയ്തില്ല, കോഴിക്കോട് ചർച്ച ചെയ്തില്ല, എറണാകുളം. അല്ല, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം ചോദിച്ചത്. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങനെ പടിയൊന്നും അംഗീകരിക്കണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അരുൺകുമാർ ഞാൻ ഈ വെഞ്ഞാറമൂട് ഒറ്റ സംഭവം മാത്രം എടുത്തത്. അല്ലേ? അങ്ങേക്ക് തർക്കിക്കാൻ പറ്റുമോ? ഇല്ല. അല്ല, ഞാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. അന്നേരം അങ്ങ് പറഞ്ഞില്ലല്ലോ അംഗീകരിക്കേണ്ടത്. അന്നേരം അങ്ങ് പറഞ്ഞില്ല അംഗീകരിക്കേണ്ടത്. അങ്ങ് പറഞ്ഞ അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുക എന്ന് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ? അതോ അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ ഈ പറയുന്ന ആളുകളെ മോചിപ്പിക്കാനോ മറ്റോ അവിടെ അക്രമ സമരം നടത്തിയോ? അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ പ്രശ്നം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞല്ലോ, ഇവര് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വച്ചിരിക്കുന്ന ആശയത്തെ ഞങ്ങൾ ആശയപരമായി തന്നെ നേരിടും, ഞങ്ങൾ വിചാരണാ സദസ്സുകൾ നടത്തും. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഒരു 100 പേരെ തികച്ചിരുത്താൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് അധംപതിച്ചത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? നിങ്ങളും മാധ്യമങ്ങൾ നടക്കുന്നുണ്ടല്ലോ ക്യാമറയുമായിട്ട്. ഏതെങ്കിലും ഒരു വിചാരണാ സദസ്സിന്റെ ഒരു ദൃശ്യം നിങ്ങൾ ഇതുവരെ കാണിച്ചോ? കാണിക്കാൻ പറ്റാത്ത തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ കാണിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ? ആശയത്തെ ഞങ്ങൾ ആശയം കൊണ്ട് നേരിടുമെന്ന് പറഞ്ഞ് ഒരാശയമില്ല, അതിന് ജനങ്ങളുടെ അംഗീകാരമില്ലാതെ വന്നപ്പോൾ ആയുധമായി ഇറങ്ങി തിരിച്ചത് കോൺഗ്രസ് തന്നെയാ, യൂത്ത് കോൺഗ്രസും KSU-മാണ്. ആ അടുത്ത കാലത്ത് യുവജന സംഘടനയ്ക്കെതിരെ വന്ന ആരോപണം, യൂത്ത് കോൺഗ്രസിനെതിരെ വന്ന ആരോപണത്തെ നേരിടാൻ ഒന്ന് സജീവമാക്കാൻ നിരവധി ക്രിമിനൽ കേസിൽ പങ്കെടുത്തവരെ രംഗത്തിറങ്ങി വന്നു. അതിപ്പോ നാളെ നവകേരള സദസ്സ് സമാപിക്കും. അതോടുകൂടി അത് അവരുടെ പ്രതിഷേധവും നിർന്നു പോകും. അതുപോലെ വിചാരണ സദസ്സിൽ ആളുകളില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ആശയത്തെ നന്നായി ഞങ്ങൾ തികച്ചിരിക്കുന്നില്ല. അതിന്റെ പക, സാമൂഹ്യ വിരുദ്ധ മനോഭാവം, ഇതൊക്കെ ഇന്ന് CM ഉപയോഗിച്ച വാക്കുകളാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ട് നിങ്ങൾ അക്രമം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് എന്നറിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറി പോകണമെന്നല്ല നേതാക്കൾ പറയുന്നത്. പകരം തെരുവിൽ നിന്ന് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാർ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസുകാർ എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം തിരിച്ചവർ ചോദിക്കുന്നുണ്ട്. നിങ്ങളാണല്ലോ കരിങ്കൊടി കാണിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി പോകുന്നവർ തിരിച്ചു തല്ലുന്നു എന്നുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് ശ്രീ അരുൺകുമാറോട് ചോദിച്ചു, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലിയത് എന്തിനാണ് എന്ന്. കോൺഗ്രസുകാരുടെ അക്രമ സമരം, പോലീസിനെ തല്ലി ഒതുക്കുന്ന അക്രമ സമരത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐക്കാർ മുണ്ട് മുറുക്കി കൊടുത്ത് ഇറങ്ങിയത് എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. എങ്കിൽ പിന്നെ ഇന്നിപ്പോ നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്ന സ്ക്രോൾ ചെയ്യുന്ന വാർത്ത കണ്ടു നോക്കൂ. ചാലക്കുടിയിൽ SFI ITI തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ആ വിജയത്തിന്റെ ഭാഗമായി, ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി പോലീസ് ജീപ്പ് അടിച്ചു പൊളിച്ചുകൊണ്ട് സന്തോഷം പങ്കിടുന്നു. അവിടെ ആ പോലീസ് ജീപ്പ് തല്ലിപ്പ് തകർത്തവരെ, കസ്റ്റഡിയിലെടുത്ത പോലീസുകാരെ തല്ലി തകർത്തിട്ട് അവരെ തല്ലി ഓടിച്ചിട്ട് ആ പ്രതികളെ മോചിപ്പിക്കുന്നു ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. ഇതെന്താ ആഭാസത്തരമാണിത്? എന്താ ആഭാസത്തരമാണെന്ന് അവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടാണോ? അല്ലല്ലോ, നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വന്നങ്ങ് വിളമ്പിയേക്ക് ഒരു ഉളുപ്പുമില്ലാതെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ പെരുമ്പാവൂരിൽ ഒരു ഷൂ എയർ ഉണ്ടായിട്ടുണ്ട്, അതിനെ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കില്ല എന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കല്യാശ്ശേരി മുതൽ ഈ പറയുന്ന കൊല്ലം വരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കരിങ്കൊടി അല്ലാതെ എന്ത് പ്രതിഷേധമാണ്, എന്ത് പ്രതികരണമാണ്, എന്ത് ചെറുത്തുനിൽപ്പാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മേക്കിട്ടങ്ങ് കയറിക്കളയാം, ഞങ്ങളെ അങ്ങ് തീർത്ത് കളയാം, ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് കരുതിയാൽ ഉണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല, ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ കെൺമാൻ തന്നെ നേരിട്ടിറങ്ങി ഞങ്ങളുടെ ചെറുപ്പക്കാരെ തല്ലുന്നത് നമ്മൾ കണ്ടു. നിയമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി തല്ലുന്നത് നമ്മൾ കണ്ടു. അനിൽ കല്ലിയൂർ അദ്ദേഹത്തെ ന്യായീകരിക്കുക തൊട്ടടുത്ത ദിവസം. അതുപോലെ തന്നെ ആ പൊട്ടക്കുടിയിൽ ഒരു ക്രിമിനൽ സന്ദീപ് തല്ലുന്നത് നമ്മൾ കണ്ടു. അവരെയൊക്കെ അങ്ങ് ന്യായീകരിക്കാം മുഖ്യമന്ത്രി കാണാത്തതൊന്നും മുഖ്യമന്ത്രി വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. ഞങ്ങൾക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. അദ്ദേഹത്തെ അടിയന്തരമായി ചികിത്സിക്കണം. ഇപ്പൊ ചികിത്സിച്ചാൽ മരുന്നുകൊണ്ട് മാറും. അടിയന്തരമായി ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അദ്ദേഹത്തിന്റെ മനോനിലയെ കുറിച്ച് അന്വേഷിക്കണം, പരിശോധിക്കണം. കാരണം അദ്ദേഹത്തിന്റെ വായിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള ചർച്ചയാണല്ലോ. വ്യക്തിപരമായിട്ട് തന്നെയാണ്, വ്യക്തിപരമായിട്ട് തന്നെ. അല്ലല്ല, ഈ ചർച്ച ഇതിനെല്ലാം അടിസ്ഥാനം കഴിഞ്ഞ ഒരു മാസമായി മുഖ്യമന്ത്രിയാണ് ഒരു മാസമായി സംസ്ഥാനത്ത് ഇത്രയും ക്രിമിനലുകളെ അഴിഞ്ഞിടാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മനോനില തെറ്റിയിട്ടുണ്ട്, അത് പരിശോധിക്കണം, അത് പറയുക തന്നെ ചെയ്യും, എവിടെയും പറയും. മുഖ്യമന്ത്രിയുടെ മനോനില തെറ്റിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പരിശോധിക്കണം, അതിന് മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്, ഒരു തർക്കവുമില്ല, അത് ഞങ്ങളുടെ നിലപാടാണ്, പറയുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവിന് 3 മെഡിക്കൽ ടീമാണ്, 3 മെഡിക്കൽ ടീം പ്രതിപക്ഷ നേതാവിന്. ഞങ്ങളുടെ അല്ല, അത് ജനങ്ങൾ കാണുന്നുണ്ട്. താങ്കൾ പറയുമ്പോൾ പറഞ്ഞാൽ മതി, മനസ്സിലായല്ലേ? കേട്ടോണ്ടിരിക്കുക അങ്ങോട്ട്. ഇനി ഇവിടെ പറഞ്ഞെന്താ, ക്രിമിനലുകളെ ഞങ്ങൾ ഒത്താശ ചെയ്യുന്നു. കണ്ടു ഒരു ക്രിമിനലിനെ പിടിച്ചോണ്ട് പോകുന്നത്, ഇങ്കും പാൽക്കുപ്പിയും പിന്നെ ബിസ്ക്കറ്റ് കവറും ഒക്കെ കൊടുത്തു കൊണ്ടുപോകുന്നത്, ആർഷോ മോനെ വാ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളെ കുറിച്ച് അതൊന്നും പറയിക്കണ്ട. അപ്പോൾ പോലീസിന്റെ ഇരട്ട നീതി ഞങ്ങൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി എല്ലാ അർത്ഥത്തിലും ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ചാൻസലറുമായി ബന്ധപ്പെട്ട കാവ്യവൽക്കരണത്തെ കുറിച്ചൊക്കെ താങ്കൾ പറയുന്നു. കാവ്യവൽക്കരണവും ചുവപ്പുവൽക്കരണവും ഞങ്ങൾക്ക് എതിർപ്പാണ്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിനും ചുവപ്പുവൽക്കരണത്തിനും ഞങ്ങൾ എതിരാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒരേ ശബ്ദം പോലെ തോന്നുന്നു, ശരിയാണ്. ഇവിടെ എപ്പോഴായിരുന്നു ഒരേ ശബ്ദം ഉണ്ടായിട്ടുള്ളത്? താങ്കൾക്ക് വേറെ ചില ഇൻസിഡൻസ് ഉണ്ട്. ഈ സംസ്ഥാനത്ത് CAA-യുമായി ബന്ധപ്പെട്ട സമരം ഉണ്ടായപ്പോ ഒരേ ശബ്ദമായിരുന്നു LDF-നും UDF-നും. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ആ CAA-യുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിനെതിരായി ഇന്നത്തെ ഗവർണർ തന്നെ പരസ്യമായി പ്രതികരിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വിടാൻ പാടില്ല. നമ്മുടെ ഗവർണർക്കെതിരായി നമുക്ക് അടുത്ത പ്രമേയം പാസ്സാക്കണം, അല്ലേ? പ്രതിപക്ഷം പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചോ? ഇല്ല, നിങ്ങൾ അന്ന് ഒക്കെ ചങ്ങായിമാരായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ട. പിന്നെ കുറ്റവിചാരണ സദസ്സിന് ആളുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. കുറ്റവിചാരണ സദസ്സുകൾ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എവരെയൊന്നും വേണ്ട, മാതൃഭൂമിയൊന്നും വേണ്ട, നിങ്ങളുടെ ചാനലിൽ പോയെന്ന് കാണിക്കുന്നേ അവിടെ ആളില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാകണം, ഞങ്ങളുടെ പ്രതികരണം എങ്ങനെയാകണം എന്നൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട. ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഒത്താശ ചെയ്ത് ആ ക്രിമിനലുകളെ വീണ്ടും എൻഡോസ് ചെയ്ത് അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ മോചിപ്പിക്കാനും അവരെ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ അടിക്കാനും ഇടിക്കാനും വെട്ടാനും തയ്യാറാകുന്ന ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും അവസാനം പോലീസിന്റെ വാഹനം തന്നെ തല്ലി തകർത്തുകൊണ്ട് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ക്രിമിനൽ സംഘത്തിന്റെ പേരാണ് DYFI. ക്രിമിനൽ സംഘത്തിന്റെ പേരാണ് SFI. അതിന് ഒത്താശ ചെയ്യുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ മനോനില എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ, അദ്ദേഹത്തിന്റെ ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിനെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല ഇവിടെ നോക്കൂ, ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇന്ന് ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട്. അപ്പോഴും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മനോനില തെറ്റിയിരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന അരുൺകുമാറെ, നിങ്ങളൊക്കെ ആർജവമുള്ള DYFI-കാരാണെങ്കിൽ പറയണം രാജാവ് നഗ്നനാണെന്ന്. ആരെങ്കിലും ഒരാൾ പറയണം. ആ ആർജവം അരുൺകുമാറിന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അരുൺകുമാർ ഒരിക്കലും അത് കഴിയില്ല. അപ്പോ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും DYFI-യിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നിന്നോ എന്ന രീതി നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളതാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ശരി, തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ശ്രീ ജ്യോതികുമാർ ചമക്കാല കെ സുധാകരൻ ഈ പറയുന്ന സംഘപരിവാറിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചത് പറയുന്നത് കറക്റ്റാണ് എന്ന രീതിയിൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ടോ? അദ്ദേഹം അതിനെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ക്ലാരിറ്റിയോടുകൂടി അതിനെ ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീടാണ് പറഞ്ഞത്. പറഞ്ഞപ്പോ പറഞ്ഞില്ല. അല്ല, ആരും തിരുത്തുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആരും തിരുത്തുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി ശരി ശരി, അങ്ങനെയല്ല, ആരുമല്ല, അല്ലല്ല, KPC പ്രസിഡന്റ് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണ്, ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ? നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വിട്ടുപോയിടത്തെ ഒരു നവകേരള മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തിൽ നവകേരളം പിറന്നു കഴിഞ്ഞുവോ?
മാധു, ഇതിനുള്ള ഉത്തരമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അരുൺകുമാറോട് ചോദിച്ച കാര്യം അതായിരുന്നു. നവകേരളം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണാധികാരി തന്റെ ഭരണകാലത്ത് ഒരു പുതിയ ഭരണ സംസ്കാരം ഇതാ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2-3 കാര്യങ്ങളിലെങ്കിലും മാറ്റം ഉണ്ടായിരിക്കണം. ഒന്നെന്താണ്, കൂടുതൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഭരിക്കുന്ന സ്ഥലം മാറി എന്ന് പുറമേക്ക് കാണിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. നമ്മൾ ഭരിക്കുന്ന സ്ഥലത്തെ ക്രമസമാധാന നില ഞാൻ വന്നതിന് ശേഷം മെച്ചപ്പെട്ടു എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഇവിടെ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികളില്ല എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഇതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ നോക്കൂ, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്ന് സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റിന്റെ മേൽ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ യാത്ര തുടങ്ങിയതിനു ശേഷമാണ്. ഈ യാത്ര തുടങ്ങിയതിനു ശേഷം 2 മാൻമെയ്ഡ് ഡിസാസ്റ്റർ നമ്മുടെ നാട്ടിലുണ്ടായി. ഒന്ന് കുസാറ്റിലുണ്ടായി, 2 ശബരിമലയിലുണ്ടായി. ശബരിമലയിൽ ഒരു മാളികപ്പുറം തിരക്കിൽപ്പെട്ട് മരിച്ചു. തിരക്കിൽപ്പെട്ട് നിങ്ങൾ ആലോചിക്കണം, അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. തിരക്കിൽപ്പെട്ട് മരിച്ചു. തീർച്ചയായിട്ടും അവിടെ സർക്കാരിന്റെ വീഴ്ചയും ദേവസ്വം ബോർഡിന്റെ വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുസാറ്റിൽ തിരക്കിൽപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ മരിക്കുകയുണ്ടായി. അതും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. സംസ്ഥാനത്തെ പോലീസ്, ഇന്റലിജൻസ് സംവിധാനം ആ ഒരു പരിപാടി കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്നത് അറിഞ്ഞതുപോലുമില്ല. അവിടെ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് നോക്കൂ, അപ്പം 2 മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സാമ്പത്തിക രംഗം പാടെ തകർന്നു എന്ന് സംസ്ഥാന സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തു. അതോടൊപ്പം ഭരണത്തലവനായിട്ടുള്ള ഗവർണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഭരണത്തിൽ മുന്നോട്ട് പോകുന്നതിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നു. അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി അത് ചെയ്യാതെ ഗവർണറെ വെല്ലുവിളിക്കുന്നു. സ്വന്തം ഗുണ്ടകളെ ഇറക്കിവിട്ട് ഗവർണറെ ആക്രമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന ആരോപണം ഗവർണർ തന്നെ ഉന്നയിക്കുന്നു. അത്തരം വിഷയങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, യുവജന സമരങ്ങൾക്കെതിരായി അത് ബിജെപിയുടെ ഗുണ്ടകളാണോ? ഈ രാഷ്ട്രീയ സമരം വിദ്യാർത്ഥി സംഘടന നടത്തുന്നത് ഗുണ്ടകളാണോ എന്നൊക്കെ ഗവർണർ പറയുന്നിടത്താണ് ചോദ്യം ഉയരുന്നത്. നിങ്ങളൊക്കെ ഈ പറയുന്ന വിദ്യാർത്ഥി സമരമൊക്കെ നടത്തിയപ്പോ അത് ഗുണ്ടകളായിട്ടായിരുന്നു നടത്തിയത്? മാധു, ഇന്ന് ABVP നടത്തിയ സമരത്തിൽ വൈസ് ചാൻസലറുടെ വീട്ടിലെ ഒരു പൂച്ചട്ടിക്കെങ്കിലും അവിടെ തകരാറ് പറ്റിയിട്ടുണ്ടോ? വൈസ് ചാൻസലറുടെ കാറിന് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഗവർണറുടെ കാറിന് ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്ന് കേരള പോലീസാണ് 75,000 രൂപ നഷ്ടം പറ്റിയെന്ന് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, കോടതി നിരീക്ഷിച്ചല്ലോ. ഇവര് മുൻകൂർ ജാമ്യത്തിന് പോയ സമയത്ത് കോടതി എന്താ നിരീക്ഷിച്ചത്? ഇതാ സമരമായിരുന്നില്ല, ആക്രമണമായിരുന്നു എന്ന് നിരീക്ഷിച്ചത് കോടതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാനായിട്ട് ഗുണ്ടാക്രമണം പറയേണ്ടതൊന്നും ഇതൊന്നും ചുമത്താൻ കഴിയാത്ത നിങ്ങളൊക്കെ നടത്തിയ സമരങ്ങളിൽ ഒരു അക്രമവും കേരള പോലീസിന്റെ ഒരു FIR-ലും രേഖപ്പെടുത്തിയിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു പോവോ? മാധു, വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രപതി അതുപോലെ തന്നെ ഗവർണർ, ഈ 2 പദവികൾ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്താൻ പാടില്ല എന്ന് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് 124 IPC. അതാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. അപ്പൊ മറ്റ് സമരങ്ങളുമായി ഇതിനുള്ള വ്യത്യാസം മനസ്സിലായിട്ട് സംസാരിക്കണം. ഗവർണർ എന്ന് പറയുന്നത് ഭരണത്തലവനാണ്. ഭരണത്തലവനെതിരെ മാധു എന്നെ പറയാൻ സമ്മതിക്കുക. എന്റെ ഉത്തരം വേണോ? ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ അതാണ് പറയുന്നത് മാധു. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? നവകേരളം ഉണ്ടായോ എന്നുള്ള ചോദ്യം. അതാണ് ഞാൻ ചോദിക്കുന്നത്. നവകേരളം ഉണ്ടാവണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? കേരളത്തിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് നമ്മുടെ എക്കണോമിക് പോളിസിയിൽ സംഭവിച്ചു. കേരളത്തിലെ സാമ്പത്തിക നിലയിൽ പുരോഗമനം ഉണ്ടായി. ഞങ്ങൾ വന്നതിന് ശേഷം കേരളത്തിലെ കടബാധ്യത കുറഞ്ഞു. ഞങ്ങൾ വന്നതിന് ശേഷം കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷനിൽ വർധനവുണ്ടായി. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇത്രയായിരുന്നു, ഇപ്പോൾ ഇത്രയാണ്. ഞങ്ങൾ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കുതിച്ചാട്ടം ഉണ്ടായി. ഞങ്ങൾ വരുന്ന സമയത്തെ റോഡിന്റെ കിലോമീറ്റർ ഇത്രയാണ്, ഇപ്പൊ ഇത്ര കിലോമീറ്റർ ആണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇത്രയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്ര പുതിയ സ്ഥാപനങ്ങൾ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇത്ര കോടി കേരളത്തിൽ വന്നു. ഇങ്ങനെയൊക്കെ എണ്ണി പറയാൻ സാധിക്കുന്നിടത്തല്ലേ ഒരു ഭരണാധികാരി നവകേരളം സൃഷ്ടിക്കുന്നത്? ഇവിടെ എവിടെയാണ് നവകേരളം? ഇവിടെ ശിലായുഗ കേരളത്തിലേക്കുള്ള തിരിച്ചുപോക്കൽ നടക്കുന്നത്. കല്ലും പിന്നെ മണ്ണും ചെളിയും കല്ലും ആയുധങ്ങളാക്കി പോലീസും നാട്ടുകാരും തമ്മിൽ പരസ്പരം നടക്കുന്ന ആക്രമണങ്ങളല്ലേ നടക്കുന്നത്? ഒരു സർക്കാരാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിലടക്കം എത്രത്തോളം വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെന്നേ, അതൊന്നും ഇല്ല എന്നങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. മാധു, അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പ്രോഗ്രസ് കാർഡ് ഉണ്ടെങ്കിൽ, ഞാൻ പ്രോഗ്രസ് കാർഡിന്റെ കാര്യമല്ല പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ജനങ്ങൾക്ക് അനുഭവഭേദ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്ടുകളല്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ തനത് വിഭവ സമാഹരണം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട 500 കോടിക്ക് മേൽ വരുന്ന ഒരു സിംഗിൾ പ്രൊജക്ട്, ഒരു 5000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സിംഗിൾ പ്രൊജക്ട് ഏത് സംഭവിച്ചു?
ഇവിടുന്ന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന പദ്ധതികൾ പുറത്തേക്ക് പോകുന്നതല്ലാതെ അകത്തേക്ക് ഏത് വന്നു? തൊട്ടപ്പുറത്ത് സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ വളരെ വളരെ സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ പറയുമ്പോൾ അതിനെ വെറും പഴകി പുളിച്ച രാഷ്ട്രീയ ന്യായീകരണങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ മറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു 500 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ വിദ്യാർത്ഥികൾ, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ മാധു, ഇവിടെ +2 കഴിഞ്ഞ കുട്ടികൾ അത്യാവശ്യം മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെങ്കിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും കേരളത്തിന് പുറത്തേക്ക് പോകുകയല്ലേ? മുഖ്യമന്ത്രിയുടെ മകളടക്കം പുറത്തു പോയിട്ടാണ് പഠിച്ചത്, അത് വേറെ കാര്യം. എല്ലാവരും പുറത്തേക്ക് പോവുകയല്ലേ? കാരണം എന്താ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര പട്ടികയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ആദ്യത്തെ 10 എണ്ണത്തിൽ പോലും ഇല്ല. കേരളത്തിൽ ഒരൊറ്റ ഒന്നില്ല, കുസാറ്റ് പോലും ഇല്ല. ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഇതൊന്നും ഇല്ലാതെ എന്ത് നവകേരളം? ഈ നവകേരള യാത്ര നടക്കുന്ന സമയത്തല്ലേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് ഇവിടെ A+ കിട്ടുന്ന വിദ്യാർത്ഥിക്ക് പോലും സ്വന്തം പേര് എഴുതാൻ വയ്യ എന്ന് ആരാ പറഞ്ഞത്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അല്ലേ? BJP പറഞ്ഞതല്ലോ. ഇതാണോ നവകേരളം? ഇതാണോ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത? ഈ സമ്പൂർണ്ണ സാക്ഷരതയിലെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വായടപ്പിക്കാനല്ലേ DYFI നോക്കിയത്? അരുൺകുമാറിന്റെ സംഘടന നോക്കിയത്? പറഞ്ഞത് ശരിയായില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ കണ്ണ് തുറപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ബ്യൂറോക്രസി എങ്കിലും തുറന്നു പറയുമ്പോൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ആ കാര്യം തുറന്നു പറയുമ്പോൾ ഇന്ന് നടക്കുന്നത് മാധ്യമ വേട്ടയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ സഹപ്രവർത്തകരെതിരെ 120B കൊലപാതക കേസിൽ ഗൂഢാലോചന നടത്തി, അല്ലെ കൊലപാതക ശ്രമ കേസിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസായിട്ടിരിക്കുന്നത്, ഗുരുതരമായിട്ടുള്ള വകുപ്പായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പ്രതിഷേധമില്ല. വായ മൂടിക്കെട്ടി പഞ്ചപുച്ഛമടക്കി KUWJ അല്ലല്ല ഒരു പ്രതിഷേധവും നിങ്ങൾക്കില്ല. വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആ കേസിന്റെ വാർത്ത നൽകുന്ന വലിയ കാര്യം നിങ്ങൾ എന്ത് വാർത്ത? നിങ്ങൾ സിദ്ദീഖാപ്പിന് വേണ്ടി ഒഴുക്കിയ കണ്ണീര്. ഒരു സെക്കൻഡ് നിയമപരമായി മുന്നോട്ട് പോകുമെന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ അഖിലാനന്ദകുമാറിനെതിരെ കേസെടുത്തപ്പോഴും നമ്മൾ കൃത്യമായ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അവർ അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ടുകയും കോടതിയിൽ നിന്നടക്കം വിമർശനം ഏൽക്കുകയും ചെയ്തല്ലോ. അതായത് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എടുത്തിട്ട് മാധ്യമപ്രവർത്തനം നടത്തേണ്ട ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളതാണ്, സത്യമാണ്, അംഗീകരിക്കുന്നത്. അത് ചോദിക്കാൻ ഏറ്റവും അർഹർ BJP-യുമാണ്. ഞങ്ങളാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാൻ മാധു അടക്കമുള്ള ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്. മാധു പ്രവർത്തിക്കുന്ന മാതൃഭൂമി അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് പത്രമിറക്കാൻ കഴിയാത്ത സാഹചര്യം നേരിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ആ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വിജയിച്ചവർ ഞങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഈ 2 കൂട്ടരുമല്ല, ഞങ്ങളാണ്. അങ്ങയോടാണ് പറഞ്ഞതെങ്കിലും അഖിലാനന്ദകുമാറിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പെൺകുട്ടിയോട് സംസാരിച്ചതാണ്. അപ്പോ ഈ പറയുന്ന കേസുകളുടെ കാര്യത്തിൽ BJP-യെ ദേശീയ തലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്ന DYFIക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. ഞങ്ങൾ തയ്യാറാണ്. ഒരു സെക്കൻഡ് മാധു ഒരു സെക്കൻഡ്. ഇങ്ങനെയല്ലാതെ പറയേണ്ടത്. നിങ്ങൾ പറയേണ്ട രീതിയിലല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ. എന്നൊരു ഔദാര്യം അതിന് മുന്നിൽ വെച്ചേ ഉള്ളൂ. അംഗീകരിക്കുന്നു, പറഞ്ഞോളൂ. അത് കേൾക്കാൻ മാധു ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ 7 പിണറായി നവകേരളം ഉണ്ടാക്കി ഇറങ്ങി തിരിച്ച ആളാണല്ലോ. പിണറായിയുടെ നവകേരളത്തിൽ കേസെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ എണ്ണം നിങ്ങൾ എടുക്കുക. ഞാൻ കുറച്ചു പേരുടെ പേരങ്ങ് പറഞ്ഞുതരാം. വിനു വി ജോൺ, വേണു ബാലകൃഷ്ണൻ, അഖില നന്ദകുമാർ, അബ്ജോദ് വർഗീസ്, സിന്ധു സൂര്യകുമാർ, അതുപോലെ തന്നെ നൌഫൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ എതിർക്കുന്ന ഷാജൻ സക്കറിയ, അതുപോലെ തന്നെ അനിൽ നമ്പ്യാർ, അതുപോലെ തന്നെ മനോരമയുടെ ജയചന്ദ്രൻ. ഒരു സെക്കൻഡ്. മനോരമയുടെ ജയചന്ദ്രൻ. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ ഒരു ഗതികേടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നവകേരളവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങളാണ്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ആ ഗതികേട് കൃത്യമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് ഞാൻ വ്യക്തിപരമായി സ്വീകരിക്കുന്ന നിലപാട്, എവിടെയെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ഒരു കൊമ്പും പാലുമില്ല. കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുക്കണം. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഇരയാക്കുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം വ്യക്തിപരമായും മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും ഒക്കെ നിലയുറപ്പിക്കാനുള്ള മനസ്സ് ഉള്ള ഐക്യദാർഢ്യം കൂടി പ്രകടമാക്കുന്നുണ്ട്. ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞോളൂ. ഇല്ല മാധു, അതങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം നവകേരള യാത്രക്കെതിരെ നടന്ന ഒരു അക്രമത്തിന്റെ പേരിലാണല്ലോ നിങ്ങളൊരു മാധ്യമപ്രവർത്തകരെതിരെ ഗുരുതരമായ വകുപ്പിട്ട് കേസെടുത്തിട്ടുള്ളത്. അപ്പൊ അത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ അർത്ഥമില്ല. ഈ നവകേരളത്തിൽ മാധ്യമപ്രവർത്തകരെതിരെ നടക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ മാധു, നിങ്ങൾക്ക് എന്തിനാണ് അസ്വസ്ഥത? ഈ നവകേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെ നിങ്ങൾ പലപ്പോഴും സെലക്റ്റീവ് ആകുന്നു. ചില മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്ന സമയത്ത് ആ കേസുകളൊക്കെ എന്താണ് പറയുന്നത്, അത് അവർ നടത്തുന്ന ക്രൈമിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മുൻവിധിയോടുകൂടി എഴുതിയാണ്. അതേ സമയത്ത് മതത്തിൽ ഒരു സെക്കൻഡ് മാധു ഒരു സെക്കൻഡ് അല്ലല്ല ഞാൻ പറയട്ടെ. അതൊന്നും ഞാൻ പറഞ്ഞോട്ടെ.
അല്ല ഞാൻ പറഞ്ഞോട്ടെ അതേസമയം മാധ്യമ പ്രവർത്തകൻ പോലുമല്ലാത്ത മാരീച മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു മത തീവ്രവാദി ഉത്തർപ്രദേശിൽ പോയി പിടിക്കപ്പെട്ടപ്പോ ആ മത തീവ്രവാദിക്ക് വേണ്ടി കേരളത്തിൽ അയാൾ മാധ്യമ പ്രവർത്തകനാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയതും അയാളെ പിന്തുണച്ചതും ഈ KUWG ആണെന്ന് ആലോചിക്കണം. അതിന്റെ രാഷ്ട്രീയ നിലപാടല്ല, നിങ്ങളുടെ നിലപാടാണ്. ഞാൻ പറയാം. അല്ലല്ല സിദ്ദീഖ് കാപ്പനെതിരെ മൊഴി കൊടുത്തതും പരാതി കൊടുത്തു ആരാ? നിങ്ങളുടെ ഫ്രട്ടേണ്ടി പെട്ടുന്ന ആളെ മനോരമയുടെ ലേഖനല്ലേ? മനോരമ തന്നെയല്ലേ? മനോരമ ലേഖനം തന്നെ കൊടുത്തത്. പിന്നെ ഞങ്ങളെന്താ കുറ്റം പറയുന്നത്? സിദ്ദീഖ് കാപ്പനെതിരെ മൊഴി കൊടുത്തത് മനോരമയുടെ ലേഖകനാണെന്ന് മനസ്സിലാക്കുക. BJP-ക്കാർ കൊണ്ടുപോയി കൊടുത്ത പരാതിയല്ല. സിദ്ദീഖ് കാപ്പൻ മാധ്യമ പ്രവർത്തകനെ അല്ല, അദ്ദേഹം വ്യാജ മാധ്യമ പ്രവർത്തകനാണ് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ആ പരാതിയുടെ അടിസ്ഥാനമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുള്ളത് മനോരമയുടെ ലേഖനാണ്. ഒരു BJP നേതാവും അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സിദ്ദീഖ് കാപ്പന് വേണ്ടി ഒഴുക്കിയ കണ്ണീരെന്താ ഇന്നൊഴുക്കാത്തത്? ഈ വിഷയത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്രമസമാധാനം നിങ്ങൾ എന്താ വിനീതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിലിലാക്കാൻ കാണിച്ച ആവശ്യം ഇവിടെ കാണാത്തത്. തയ്യാറല്ല, അങ്ങനെ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നിടത്താണ് ഞാൻ ഇടപെടുന്നത്. ഇടവേള. അത് നിങ്ങൾക്ക് വിമർശനം നേരിടുമ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഒരു വിമർശനത്തിനോ ഒരു ബുദ്ധിമുട്ട്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലായോ? സർക്കാർ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലായോ? വികസനം നടപ്പിലായോ എന്നതിനപ്പുറത്ത് നടപ്പിലായ ഒരു കാര്യം കൂടിയുണ്ട്. അതൊന്നും നടപ്പിലായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ടാകും. പക്ഷേ നടപ്പിലായ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ഒരു സംഘം തയ്യാറായിട്ടുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ പ്രകടമാക്കിയിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ആരാണ്? നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ മാത്രമല്ല, ഇവിടെ ആർട്ടിക്കിൾ 356 എടുത്ത് പ്രയോഗിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്ന് കോൺഗ്രസും BJP-യും പരസ്പരം മത്സരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 360 ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുവരെ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം 9ാം സ്ഥാനത്ത്, 8 സംസ്ഥാനം അതിന് മുന്നിലുണ്ട്. അപ്പൊ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇതെടുത്ത് പ്രയോഗിക്കാമോ എന്ന് UDF-ഉം BJP-യും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ ഗവർണറുടെ മുന്നിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ പരാതിയും അതിന്റെ പ്രതികരണവും മറ്റു കാര്യങ്ങളുമെല്ലാം. ഇവർക്ക് കേരളം എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും അവജ്ഞയാണ്. എങ്ങനെയെങ്കിലും തകർക്കണം. കാരണം ഭരണ തുടർച്ച വന്നതിന് ശേഷം ഇവർക്കങ്ങ് സഹിക്കാൻ പറ്റിയിട്ടില്ല. അധികാരമില്ലാത്ത ഖദർ എന്ന് പറഞ്ഞാൽ വെറും ചാക്കിന് തുല്യമാണെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ലീഗിന്റെ നേതാക്കന്മാർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എന്ത് ദുഷിച്ച പണിയും ഇവർ നടത്തും. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, അശ്ലീല സദസ്സെന്ന്. 10,000-കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും വരുന്ന സദസ്സിനെ നോക്കി എങ്ങനെയാണ് അശ്ലീല സദസ്സ് എന്ന് പറയാൻ കഴിയുക? മറ്റെത്രയോ വാക്കുകൾ ഇവർ ഉപയോഗിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വാക്കുകൾ പൊതുചർച്ചയിൽ വന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ നുണപ്രചരണങ്ങളുടെ പുറകെ ഇവർ പോകുന്തോറും ഞങ്ങൾക്ക് ജനങ്ങളിലുള്ള പിന്തുണ കൂടിക്കൂടി വരികയാണ്. ഇത് തന്നെയാണ് 2021 കാലത്ത് സംഭവിച്ചതും 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എല്ലാം സംഭവിച്ചത് ഇതാണ്. ഇവർ നുണയും അതുപോലെ അപകീർത്തികളും അതുപോലെ അപവാദങ്ങളുടെ പുറകെ പോകുമ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഒട്ടി നിൽക്കും. ഞാൻ BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര നുണയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അവിടെ തിരക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ പോലീസുകാരുടെ എണ്ണം വെറും 615 16,118 പോലീസ് ഉള്ളപ്പോഴാണ് 615 എന്ന് പറഞ്ഞ് ഇവർ നുണ പ്രചരിച്ചത്. ഒരു മാളികപ്പുറം മരിച്ചത് 3 വയസ്സ് മുതൽ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്ന 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതിൽ നമുക്കെല്ലാം വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ട് അവിടെ ഗവൺമെന്റ് സ്പോൺസേഡ് സംഭവമാണ് എന്ന രൂപത്തിൽ പറയുന്നു. ഒരു കുട്ടി ബസ്സിലിരുന്ന് അച്ഛൻ ബസ്സിൽ പ്രവേശിക്കാതെ വന്നപ്പോൾ കരയുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ എടുത്ത് കോൺഗ്രസും BJP-യും സംസ്ഥാനത്ത് ആകെ പ്രചരണം നടത്തിയല്ലോ. ഇവർ കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിലെ ഏതോ ഒരു ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ കേരളത്തിലാണ് എന്ന് പറഞ്ഞ്, ശബരിമലയിലാണെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി. സുവർണാവസരം കിട്ടിയിരിക്കുന്നു. ആ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസും BJP-യും മത്സരിക്കുന്ന സാഹചര്യമാണ്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ശേഷി ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും നമ്മളെല്ലാവരും അഭിമാനിക്കുന്നുണ്ട് അരുൺ. അതിനോടൊപ്പം തന്നെ ഇതും കാണുന്നുണ്ടാകുമല്ലോ അല്ലെ, രാജ്യത്തെ നിയമവ്യവസ്ഥയോട്, പോലീസ് സ്റ്റേഷനോട്, പോലീസുകാരോട്, സഹജീവികളോട് എന്നൊന്നും ഒരു കരുണയും ഒരു ബഹുമാനവും ഇല്ലാതെയുള്ള ഈ പ്രവർത്തനം. ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലെ ഒരു മാസം 100 കണക്കിന് എൻകൗണ്ടർ ഉണ്ട്. ഒരു മാസം 100 കണക്കിന് എൻകൗണ്ടർ ഉണ്ട്. ആ എൻകൗണ്ടർ ഉള്ള അല്ലെങ്കിൽ എതിരാളികളെ വെടിവെച്ച് കൊല്ലുന്ന സംസ്ഥാനത്തിൽ നിന്ന് വന്നാണ് സന്ദീപ്. ഞാൻ പറയട്ടെ. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ 120 ഇതാണ് നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം. അവരെന്ത് പഴച്ചു? ഞാൻ പറഞ്ഞിട്ടേ പോകൂ. അരുൺ അതിന് മറുപടി പറയാം.
അപ്പൊ അതായത് ഞാൻ പറയാം, ഓരോ മാസവും നൂറുകണക്കിന് ആളുകൾ എൻകൗണ്ടർ കൊലപാതകത്തിൽ കൊല്ലപ്പെടുന്ന ഉത്തർപ്രദേശിന്റെ പ്രതീതി, ഉത്തർപ്രദേശിലെ BJP ഗവൺമെന്റിന്റെ കൂടെ പ്രതീതിയാണല്ലോ അദ്ദേഹം പറയാ. ഞാൻ പറയട്ടെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 180 രാജ്യങ്ങളിൽ ഇവിടെ കർഷക സമരം റിപ്പോർട്ട് ചെയ്തതിന് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി റിപ്പോർട്ട് ചെയ്തതിന് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ ഇവിടെ ഈ സംഭവം നടന്ന ദിവസം 20ഓളം തവണയാണ്. ഞാൻ പറയട്ടെ, അല്ല കേൾക്ക്, നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അപ്രോസലമായല്ലേ ആ സ്ത്രീ ആ പെൺകുട്ടി ഞാൻ പറയട്ടെ, വിനീതക്കെതിരെ കേസെടുത്തു. ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി കൂടാതെ നടത്തിയോ? നിങ്ങൾ ചോദിച്ച നടത്തിയോ? ഞാൻ പറയട്ടെ, അല്ലല്ല, ഇവർക്ക് ഉണ്ടാവില്ല. ഞാൻ കേരള പൊതുസമൂഹം ഞാൻ പറയാൻ റെഡിയാണ്. കണ്ടോ, അത് അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ അനുവദിക്കാതിരിക്കുക. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനമുഖത്തിന് ഷൂ എറിഞ്ഞ ദിവസം ഈ പറയുന്ന 24 ചാനലിന്റെ ലേഖികയും അതുപോലെ തന്നെ ഇതിലെ ഒന്നാം പ്രതി ബേസിലും തമ്മിൽ 20ഓളം തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കുറ്റകൃത്യം നടന്ന 3:30ക്കും 4:30ക്കും ഇടയ്ക്ക് 8 തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇതിലെ 4 പ്രതികളും ഈ 24 ചാനലിന്റെ ലേഖിയും തമ്മിൽ, റിപ്പോർട്ടറും തമ്മിൽ കോൺഫറൻസ് കോൾ ഇട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കോൺഫറൻസ് കോള് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന 4 പ്രതികളും ഒരു ചാനലുണ്ട്. അല്ലാതെ ആധികാരികമായ വിവരം ഞാൻ പറയുന്ന വാക്കുകൾ ആധികാരികമാണോ? ഞാനാണ് പറയുന്നത്. ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് പാർട്ടി ഓഫീസിൽ ഒന്ന് പറയുന്നുണ്ടോ? അങ്ങേക്ക് എവിടെയാണോ വിവരം? ആ പെൺകുട്ടിയുടെ ഫോൺ വിവരം അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചോദ്യം അല്ല, ചോദ്യം വേണ്ടത് ഒറ്റ സെക്കൻഡ് ചോദ്യം അതല്ല വേണ്ടത്. ഒറ്റ സംശയം അല്ല, ഒരു സെക്കൻഡ്. കേരള പോലീസിനും അരുണും ഒരു മാധ്യമ പ്രവർത്തകയുടെ ഫോൺ വിവരങ്ങൾ ചോർത്താൻ ആരാണ് അവകാശം? ഞാൻ ചോദിച്ചല്ലോ ശ്രീ സന്ദീപ്, ഞാൻ ചോദിച്ചല്ലോ. അരുൺകുമാർ മറുപടി ആ ഫോൺ നിങ്ങൾ എവിടെ ഞാൻ പറയട്ടെ മിസ്റ്റർ, ഇതെന്ത് മര്യാദകളാണ്? വനിതാ മാധ്യമ പറയൂ. 24 ഇത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് പോലീസ് കൊടുത്ത അധിക റിപ്പോർട്ടിൽ 4 പ്രതികളെ കൂടാതെ 5ാമതൊരു പ്രതി ഉണ്ടെന്നും ആ പ്രതിയുടെ പേര് ഇന്നതാണെന്നും ഞങ്ങൾ പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ആ ഫോണിലേക്ക് വന്ന കോളുകൾ 20ഓളം കോളുകൾ ഇന്ന മാധ്യമ പ്രവർത്തകയാണെന്നും കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നിരവധി വാട്സപ്പ് ചാറ്റുകൾ ഉണ്ട് എന്നും പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത രേഖ, ആ രേഖ ആധികാരികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നുണ പറയുന്നതല്ല. ഇത് ആര് ചെയ്താലും കുറ്റകൃത്യമാണ്. ആര് ചെയ്താലും കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വിവരം ഈ പറയുന്ന പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത വിവരം എനിക്ക് ലഭ്യമല്ല. അത് ആ ചാനലും നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന ഷൂ എറിയാൻ ആ കുട്ടി പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടത് ഹാൻഡിലുകൾ മുഴുവനായി പ്രചരിപ്പിച്ച ദൃശ്യം ഷൂട്ട് ചെയ്യാനാണ് ആ പെൺകുട്ടി പറയുന്നത് എന്ന് ആ ചാനൽ കൃത്യമായ ആ ക്ലിപ്പ് മുഴുവനും പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രചാരണ രീതി. അങ്ങ് കോടതിയിൽ പറയുന്നു, പോലീസ് ഔദ്യോഗികമായി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നിയമത്തിന് വഴി പോട്ടെ. അങ്ങ് പക്ഷേ എന്നോട് പറഞ്ഞത് അങ്ങേക്ക് കിട്ടിയ വിവരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പോലീസ് പാർട്ടി ഓഫീസർ എന്ന് പറഞ്ഞു. പ്രതികളുമായി കോൺഫറൻസ് കോള് ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ? ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് വിവരശേഖരണത്തിന് വിളിക്കാൻ പറ്റില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിതാ ഇവിടെ ഒരു സമരം നടത്താൻ പോകുന്നു, നിങ്ങൾ വരണം, ഇതാണ് സമയം എന്നതടക്കമുള്ള വിവരങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടാറുണ്ട്. കോൺഫറൻസ് കോൾ അടക്കമുള്ള വിവരങ്ങളുണ്ടോ, അത് എന്തിനാണ് എന്നതും അതും വിവരശേഖരണത്തിനാണെങ്കിൽ അത് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതും നിയമം പറയേണ്ടതാണ്, കോടതി പറയേണ്ടതാണ്. ഇതാ കോടതിയിലേക്ക് അതിൽ കമന്റ് പറയാൻ ഞാൻ ആളുമല്ല. പോലീസ് കോടതി കൊടുത്താണ് ശരിയെന്നേ, തർക്കമില്ല. അങ്ങേക്ക് കിട്ടിയ വിവരം എന്ന് ചോദിച്ചെടുത്താണ് പാർട്ടി ഓഫീസിൽ എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചത്. ശരി, പോലീസ് പറഞ്ഞത് ശരി, പോലീസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ, അതിലൊന്നും ആർക്കും ഇവിടെ തർക്കമില്ല. പോലീസ് കോടതിയിൽ കൊടുത്തതാണെങ്കിൽ ശരി, തർക്കമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ അത് തന്നെ പറഞ്ഞത്.